ഖലീഫ കണ്ടു. വിഷ്വൽസും ബീജവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് ഈ പടം. അതിന്റെ പ്രധാന കാരണം ആ പടത്തിലെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ് സ്ക്രിപ്റ്റ്. ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ മോഡ് പടം അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പടം വരുമ്പോൾ നമുക്ക് വലിയ കഥയൊന്നും വേണ്ട. പക്ഷെ നായകനും വില്ലനും അടിച്ചു നിൽക്കാനായിട്ട് ഒരു കാരണം വേണം. അങ്ങനെ ഒരു കാരണം ഇതിലില്ല. അതുമാത്രമല്ല നായകൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് സ്ക്രീനിൽ നായകനും വില്ലനും എന്തൊക്കെ കാണിച്ചു വിടുന്നല്ലാണ്ട് ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ പടത്തിലെ മേക്കിംഗ് അടിപൊളി തന്നെയാണ്. പക്ഷെ അത് നല്ല രീതിയിൽ മേക്കിംഗ് ആയിട്ടുണ്ട്. പൃഥ്വിരാജ് ആണെങ്കിലും അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു പൃഥ്വിരാജിനെ കാണാനായിട്ട്. പക്ഷേ വേറെ കോമഡി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഇല്ലാത്തൊരു ഫൈറ്റ് ഉണ്ട് പടത്തിൽ. ആ ഒരു ഫൈറ്റിൽ ഒരു ജൂനിയാർട്ടിസ്റ്റ് എന്നൊരു കാര്യം ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്ക് പൃഥ്വിരാജ് ഓടി ഇടുന്ന ഫൈറ്റിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്താൻ തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് കിട്ടില്ലായിരുന്നു ആ ഫൈറ്റിന്റെ എക്സിക്യൂഷൻ. ആ ജൂനിയാർട്ടിസ്റ്റിന്റെ പ്രകടനം ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സിലൊക്കെ വരുമ്പോഴത്തേക്കും പടം ടോട്ടലി ഒരു കയ്യിൽ നിന്ന് പോയൊരു അവസ്ഥയാണ്. സെക്കൻഡ് ഹാഫ് ഒരു പകുതി കഴിയുമ്പോൾ തന്നെ പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പടം കൊണ്ട് തീർത്തിട്ട് ലാലേട്ടൻ്റെ ഇൻട്രോ കാണിച്ചു വെച്ചേക്കുവാണ്. ആ ക്യാമിയോയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ക്യാമിയോ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവർ നേരത്തെ റിവീൽ ചെയ്യാത്ത കുറേ ക്യാമിയോസും ഉണ്ടായിരുന്നു. പക്ഷേ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിക്രം എന്ന് പറഞ്ഞ പടത്തിൽ സൂര്യയുടെ ക്യാമിയോ ഉണ്ടെന്നൊരു എലിവേഷൻ ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഉള്ള മിക്ക പടങ്ങളിലും ഇങ്ങനെ കുറേ ക്യാമിയോസ് വന്നു തുടങ്ങിയത്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിക്രം എന്ന പടത്തിൽ ചുമ്മാ ഒരു ക്യാമിയോനെ കൊണ്ട് കുത്തിക്കയറ്റുമല്ലായിരുന്നു. പടം നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്തിട്ട് ഭയങ്കര ഒരു എൻഡിലാണ് ആ ഒരു ക്യാമിയോ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു എലിവേഷൻ കിട്ടിയത്. പിന്നീട് ഒന്നും ഒരു പടത്തിലും ആ ഒരു ഇത് കിട്ടിയിട്ടേ ഇല്ല. കാരണം ചുമ്മാ ക്യാമിയോസിനെ കുത്തിക്കയറ്റുവാണ് റീച്ച് വേണ്ടിയിട്ട്. അതേപോലെ സെക്കൻഡ് പാർട്ട് പരിപാടി അത് അത് മടുത്തു ഈ സംഭവം കണ്ടുകൊണ്ട്. ഒരു പടം കൺക്ലൂഡ് ചെയ്യാത്ത ലാസ്റ്റ് വെള്ളിച്ചട്ടമ്മയാണെങ്കിൽ പോലും ചുമ്മാ ഒരു സെക്കൻഡ് ഹാഫിന് വേണ്ടി സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു സംഭവം ഇട്ട് വെച്ചേക്കുവാണ്. അങ്ങനെ എൻഡിങ് ആയിട്ടാണ് എനിക്ക് ഈ പടത്തിന് തോന്നിയത്. ശരിക്കും ലാലേട്ടൻ്റെ ക്യാരക്ടറിന്റെ ഒരു ബിൽഡപ്പ് ഉണ്ട്. തുടക്കമൊക്കെ ആ പേരൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലൊക്കെ കുറെ കഴിയുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനെ മറക്കും. പിന്നെ പടം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി പടം മൊത്തം തീർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പുള്ളിയുടെ ഇൻട്രോ വരുന്നത്. ശരിക്കും അങ്ങനെ ഇൻട്രോയുടെ ആവശ്യം പടത്തിലില്ല. പുള്ളിനെ ശരിക്കും കാണിക്കേണ്ട ആവശ്യമില്ല പടത്തിൽ. പിന്നെ ആ കാണിച്ചേക്കുന്നാണെങ്കിലോ ഈ പൃഥ്വിരാജ് ലൂസിഫറിലെ സെയിം സീൻ പോലെ തന്നെ കാണിച്ചു വെച്ചേക്കുന്നത്. അതിന്റെ ഇപ്പൊ ഒരു പോസ്റ്റർ പുതിയ കണ്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്ററിനകത്ത് തന്നെ അറിയാം ശരിക്കും എമ്പുരാന്റെ ഒക്കെ പോസ്റ്റർ പോലെ തന്നെയാണ് ആ പോസ്റ്റർ നിൽക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഏകദേശം സെയിം പോലെ തന്നെയാണ്. എനിക്ക് ഈ പടം ഒരു ബിലോ റേഞ്ച് പടമായിട്ടാണ് തോന്നിയത്. നിങ്ങൾ ഈ പടം കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ചിട്ട് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവയ്ക്കുക.